ഹലോ എവ്രി വൺ, എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം സോ സോറി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റേയിങ് ഇൻ ദിസ് ചാനൽ. ഈ ചാനലിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതിന് വളരെ 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 അധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഒത്തിരി ദിവസമായി ആൻഡ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. അതിൻ്റെ റീസൺ കൂടി ഞാൻ പറയാം. ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഡിസംബർ മാസം തുടങ്ങിയ പിന്നെ എനിക്ക് ഒരു വീഡിയോ പോലും ഇടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ റീസൺ, എൻ്റെ ഗ്രാൻഡ് മദർ ഹൂ ഈസ് അറൗണ്ട് 88 ഇയേഴ്സ് ഓൾഡ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഓക്കെ, സോ എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാനുള്ള സമയം ലഭിക്കുന്നില്ല. ഓക്കെ, ഷോർട്ട് വീഡിയോസ്, ദാറ്റ് ഈസ് എൻ്റെ ഡെയിലി ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോയിലും എല്ലാ ദിവസവും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ഓക്കെ, സോ ഇവിടെ പിക്കപ്പ് കാർഡ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഏറെ സമയം ഈ ഒരു റീഡിങ്ങിന് വേണം. ഓൾറൈറ്റ്, ആൻഡ് അത്രയും സമയം എനിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയി പോയത്. ഐ റിയലി ഹോപ്പ് എല്ലാവർക്കും എൻ്റെ ഈ കാര്യം മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അധികം വൈകാതെ തന്നെ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ റീഡിംഗ്. ഇന്നത്തെ റീഡിംഗ് ടൈറ്റിൽ എല്ലാവരും കണ്ടു കാണും. എന്താണ് പ്രേക്ഷകരിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത്? ഓക്കെ, വാട്ട് ഈസ് ഹിഡൻ ഫ്രം യു? എന്ത് മെസ്സേജസ് ആണ് സ്പിരിറ്റ് ഗൈഡ്സ്, ഗാർഡിയൻ ഏഞ്ചൽസ്, ദൈവം പ്രേക്ഷകർക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഡിസംബർ മാസമാണ്, 10 days ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, അധികം ദിവസം ഇല്ല ന്യൂ ഇയർ വരവേൽക്കാൻ. ഓക്കെ, സോ എന്താണ് മറിഞ്ഞിരിക്കുന്നത്? എന്താണ് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് പ്രേക്ഷകർ തയ്യാറെടുക്കേണ്ടത്? അതാണ് ഇന്നത്തെ വീഡിയോയിൻ്റെ ഇൻറ്റൻഷൻ. സോ തുടങ്ങാം. ഇവിടെ 3 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ് സെലനൈറ്റ് പ്ലേറ്റ് ആണ്. ദാറ്റ് ഈസ്, നമ്മുടെ കയ്യിൽ ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ, ബ്രേസ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രിസ്റ്റലിൻ്റെ മേളിൽ, ഈ ഒരു പ്ലേറ്റിൻ്റെ മേളിൽ വെച്ച് നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റ് ആണ്. ഇതെൻ്റെ സെയിൽസ് ടീമിൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. ഓക്കെ, പ്രേക്ഷകർക്ക് വേണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. സോ സെലനൈറ്റ് പ്ലേറ്റ് ആണ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 2 പെട്രിഫൈഡ് വുഡ് ആണ്. ദാറ്റ് ഈസ് നമ്മുടെ കാമിക് ഡെപ്സ്, നമ്മുടെ പാസ്റ്റ് ലൈഫിലെ നെഗറ്റിവിറ്റി മാറ്റാൻ, ഓക്കെ, ആ കർമ്മ മാറ്റാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വുഡാണിത്. പെട്രിഫൈഡ് വുഡ് പ്ലേറ്റ് ആണിത്. ഓക്കെ, സോ ഇതാണ് പെട്രിഫൈഡ് വുഡ്, സെക്കൻഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പ്, ഇത് മോസ് ആഗേറ്റ് ആണ്. ഓക്കെ, മോസ് ആഗേറ്റ് സ്റ്റോൺ റോ ആണിത്. ഈ സ്റ്റോൺ സക്സസ്സിന് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 3 ഗ്രൂപ്പും നമ്മുടെ സക്സസ് റിലേറ്റഡ് ആണ്. ഓക്കെ, സോ ഇത് മോസ് ആഗേറ്റ് ആൻഡ് സിബു സിമ്പിൾ കോബച്ചോൺ. ഓക്കെ, ഇത് മണി നമ്പേഴ്സ് ആണ് ആൻഡ് സിബു സിമ്പിൾ ആണ്. ഇത് എൻ്റെ സെയിൽസ് ടീമിൻ്റെ കയ്യിൽ എല്ലാം അവൈലബിൾ ആണ്. പ്രേക്ഷകർക്ക് വേണം എന്നുണ്ടെങ്കിൽ സെയിൽസ് ടീമിന് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് 3 ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പ് സെലനൈറ്റ് പ്ലേറ്റ്, സെക്കൻഡ് ഗ്രൂപ്പ് പെട്രിഫൈഡ് വുഡ് പ്ലേറ്റ്, തേർഡ് ഗ്രൂപ്പ് മോസ് ആഗേറ്റ് ആൻഡ് സിബൂസ് മണി സിമ്പിൾ കോപ്പച്ചോൺ. ഓക്കെ, സോ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് നോക്കി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യാം. കൂടുതൽ പൈൽസ് സെലക്ട് ചെയ്യാവുന്നതാണ്, ബിക്കോസ് അതിൽ പ്രേക്ഷകർക്ക് വേണ്ടി മെസ്സേജസ് ഉണ്ടാകുന്നതാണ്. സോ ഐ സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് സെലനൈറ്റ് പ്ലേറ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം നോക്കാം ഏത് ഭാഗം, ഓക്കെ, ജീവിതത്തിലെ ഏത് ഏരിയയെക്കുറിച്ചാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്ത് ഹിഡൻ മെസ്സേജസ് ആണ്. ഓക്കെ, പെർട്ടിക്കുലർലി ഈ ഒരു എന്താണോ വരുന്നത്, ഏത് കാർഡാണോ വരുന്നത് അതിനെക്കുറിച്ചാകണം എന്നതില്ല. ഡിവൈൻ വിസ്ഡം ആണ് വന്നത്. ഓക്കെ, സോ സംതിങ് റിലേറ്റഡ് ടു സ്പിരിച്വൽ ഗ്രോത്ത്, soul healing. Wow, beautiful. And definitely പ്രേക്ഷകർ ചൂസ് ചെയ്തത് ഫെനു സിമ്പിൾ, സക്സസിൻ്റെ സിമ്പിൾ. ഓക്കെ,
ആൻഡ് നമുക്ക് സക്സസ് വേണം എന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ ഗൈഡൻസ് ഉണ്ടാകണം, നമ്മുടെ സോൾ ഹീലാകണം. സോ ഈ 2 കാർഡ്സ് ആണ് പ്രേക്ഷകർക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഡിവൈൻ വിസ്ഡം ആൻഡ് സോൾ ഹീലിംഗ്. ഈ വരുന്ന ദിവസങ്ങളിൽ, ഓക്കെ, പെർട്ടിക്കുലർലി ഡിസംബർ മന്ത്, പ്രേക്ഷകർക്കേറെ ഡൗൺലോഡ്സ് ലഭിക്കാൻ പോകുകയാണ്. പ്രേക്ഷകർ പോലും അറിയാതെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിന് ഇടയാകുന്നതാണ്. എങ്ങനെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആഗ്രഹിക്കാതെയോ അല്ലെങ്കിൽ നേരത്തെ തീരുമാനിക്കാതെ തന്നെ ഒരു സ്പിരിച്വൽ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പറ്റുക, ഒരു ആധ്യാത്മികമായി ഉയർച്ചയിലെത്തിയ ഒരു ഗുരുവിൽ നിന്ന് ഒരു ദീക്ഷ, ഓർ വാട്ട് വി സേ, ഒരു നോളജ്, അല്ലെങ്കിൽ ആ ഒരു ആധ്യാത്മിക ഗുരുവുമായിട്ട് സംസാരിക്കാൻ ഇടപെടാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകുക, അല്ലെങ്കിൽ കണ്ടുമുട്ടുക, അല്ലെങ്കിൽ അവരെക്കുറിച്ച് വായിക്കാൻ കഴിയുക. ഓക്കെ, ചില പ്രേക്ഷകർക്ക് അവരുടെ 3rd ഐ ചക്ര ആക്ടിവേഷനിലൂടെയാണ് ഈ കാര്യം മനസ്സിലാകുന്നത്. ദാറ്റ് മീൻസ് ചില പ്രേക്ഷകർക്ക് അവരുടെ 3rd ഐ ചക്ര ഓപ്പൺ ചെയ്ത് അവരുടെ സോളിനെ ഹീൽ ചെയ്യാൻ കഴിയും. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങളുടെ സോൾ പാറ്റേൺസ്, എന്താണ് നിങ്ങളുടെ സോളിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ പ്രശ്നം ഇൻ ദ സെൻസ് എവിടെയാണ് സോൾ കംഫർട്ടബിൾ അല്ലാത്തത്, അത് സോൾവ് ചെയ്യാൻ പ്രേക്ഷകർക്ക് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ സൈക്കിക് റീഡറുടെ അടുത്ത് ചെന്ന്, ഓക്കെ, സൈക്കിക് ഹീലർ, സൈക്കിക് റീഡർ, അവരുടെ അടുത്ത് ചെന്ന് അവരുടെ അപ്പോയിൻമെൻറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ ഹീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് അവർ തരുന്ന ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഗ്രൂപ്പിലുള്ള പ്രേക്ഷകർ നിങ്ങൾ വളരെയധികം ഓൾഡ് സോൾ ആണ്. ഓൾഡ് സോൾ, ദാറ്റ് മീൻസ് ഏറെ വർഷക്കാലത്തെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മാവിനുണ്ട്. ഓക്കെ, ഒത്തിരി അനുഭവങ്ങൾ, ദാറ്റ് ഈസ് ഒരു ജന്മമല്ല, ഏറെ ജന്മങ്ങളിലൂടെ നേടിയ അനുഭവങ്ങൾ ആണ് ഉള്ളത്. ആൻഡ് ഐ ബിലീവ് നിങ്ങൾ ഏറെ സ്ട്രഗിൾസിലൂടെ മുന്നോട്ട് വന്ന സോൾസ് ആണ്. ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് സീ ടാരോ എന്താണ് പറയുന്നത്. എന്ത് ഹിഡൻ മെസ്സേജസ് ആണ് പ്രേക്ഷകർക്ക് അറിയാനുള്ളത്? എന്താണ് ഹിഡൻ, എന്താണ് മറിഞ്ഞിരിക്കുന്നത് പ്രേക്ഷകരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പ്രേക്ഷകർ അറിയാനുള്ളത്? ദ ചാരിയറ്റ്, justice, okay, 3 of cups, beautiful, 10 of wands, 3 of pentacles and magician ആണ് വന്നത്. all right, so ഇവിടെ പ്രേക്ഷകരിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന കാര്യം, ദാറ്റ് ഈസ് നിങ്ങൾക്കുള്ള ന്യായം ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഐ തിങ്ക് ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകരുടെ ലൈഫിൽ, ജീവിതത്തിൽ എന്തൊക്കെ നടന്നോ, ആ ഒരു ഹോപ്പ്, ആ ഒരു പ്രതീക്ഷ നിങ്ങൾ വിട്ടുകഴിഞ്ഞു. ദാറ്റ് നിങ്ങൾക്ക് ന്യായം ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നല്ലത് വരും. എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്നുള്ള ആ ഒരു ഹോപ്പ്, ഓക്കെ, ആ ഒരു പ്രതീക്ഷ നിങ്ങൾ വിട്ടിരുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് അതാണ് നൽകുന്നത്. ഇവിടെ പറയുന്നത് ഇതൊരു ജീവിതയാത്രയാണ്, ഓക്കെ. പക്ഷേ ഈ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കും, ഓക്കെ. അത് ചിലർക്ക് ഫ്രണ്ട്സായിട്ടാണ് ലഭിക്കുന്നത്, ചിലർക്ക് കോർട്ട് കേസ്, ലീഗൽ കേസസ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വിജയമായിട്ടാണ് ലഭിക്കുന്നത്. പണ ഇടപാടുകൾ അല്ലെങ്കിൽ ഭൂമി ഇടപാടുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജസ്റ്റിസ് ആണ്.
നിങ്ങളുടെ ഉയർച്ചയിൽ ആരെങ്കിലും തടസ്സങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ദാറ്റ് ഈസ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സ്പിരിച്വലി നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ജീവിതം പിടിച്ചു വെക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, കാരണം ഇപ്പോഴത്തെ കാലത്ത് അതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ജസ്റ്റിസ് കാണപ്പെടും. ചില പ്രേക്ഷകർക്ക് അറിയില്ല ആരാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്കറിയാം എന്തോ ഉണ്ട്, ബിക്കോസ് അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള സംശയമുള്ള പ്രേക്ഷകർക്ക് നിങ്ങൾ ഉടനെ അറിയും ആരാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളാണ്. ചില പ്രേക്ഷകർക്ക് അവരുടെ ജോലി സ്ഥലത്തുള്ള ഒരാളാണ്. ഓക്കെ, 1-2 പേര്. ബട്ട് ഇവിടെ നിങ്ങളും പ്രേക്ഷകരിൽ നിന്നും അറിഞ്ഞിരിക്കുന്ന കാര്യം, ദാറ്റ് നിങ്ങൾക്ക് ശരിയാകുന്ന, നിങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഓക്കെ, അവർ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ഏറെ ജോലി പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും നിങ്ങളുടെ ജോലി ഡെലിഗേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആൾക്കാർ വരുന്നുണ്ട്. ദാറ്റ് ഈസ്, നിങ്ങൾക്കൊപ്പം നിൽക്കാൻ, നിങ്ങളുടെ ജോലി ഭാരം കുറയ്ക്കാൻ, നിങ്ങളെ സഹായിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. ചില പ്രേക്ഷകർക്ക് തേടേണ്ട ആവശ്യമുണ്ട്. ദാറ്റ് ഈസ്, നിങ്ങൾക്ക് ഇഫ് നിങ്ങളൊരു വർക്ക് ചെയ്യുകയാണ് ആൻഡ് നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കൂ, അല്ലെങ്കിൽ അത് പറയൂ എന്നാണ് ഇവിടെ പറയുന്നത്. മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡ് ചില പ്രേക്ഷകർക്ക് തെളിയുന്നതാണ് ദാറ്റ് പ്രേക്ഷകരുടെ കഴിവെന്താണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ എന്ത് വിചാരിച്ചു, ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്ത് വിചാരിച്ചു, അത് നല്ലതാകാം ചീത്തയാകാം, അത് നടക്കുന്നതാണ്. ഓക്കെ, നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് വരും ദാറ്റ് യെസ്, എൻ്റെ അടുത്ത് മാനിഫെസ്റ്റേഷൻ കേപ്പബിലിറ്റി ഉണ്ട്, എൻ്റെ എബിലിറ്റീസ് വളരെ നല്ലതാണ്. നിങ്ങൾ പറഞ്ഞൊരു കാര്യം തെറ്റായ കാര്യമാണ് പറഞ്ഞത് ആൻഡ് അതും നടക്കുകയാണെങ്കിൽ അതും ഒരു തെളിവാണ് ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇവിടെ കുറേ റെവലേഷൻ ആണ് വരുന്നത്. ഓക്കെ, ഈ ഒരു മാസം ഡിസംബർ, ഞാൻ ഡിസംബർ മാസം പറയുന്നു, പക്ഷെ പ്രേക്ഷകരുടെ എനർജി അനുസരിച്ചായിരിക്കും ഇത് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരുന്നത്. ചില പ്രേക്ഷകർക്ക് ഡിസംബറിൽ തന്നെ ലഭിക്കും, എന്നാൽ ചില പ്രേക്ഷകർക്ക് 3 മാസം. ഓക്കെ, ബിക്കോസ് 3 2 പ്രാവശ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ 33 എന്ന് കാണുന്ന പ്രേക്ഷകർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റും. മറ്റ് പ്രേക്ഷകർക്ക് 3 മാസത്തിൻ്റെ ഇടവേളയുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമാകുന്നതാണ്. ഓക്കെ, ഓൾറൈറ്റ്. എന്താണ് പ്രേക്ഷകരിൽ നിന്നും അറിഞ്ഞിരിക്കുന്നത്? The 6th house, the work, health and duty area of your life. If നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്, ആൻഡ് യെസ് ഐ ഷുഡ് ടെൽ യു ദാറ്റ് ഞാൻ ഈ കാർഡ്സ് ഇവിടെ എടുക്കുമ്പോൾ ജസ്റ്റിസിൻ്റെ കാർഡ് വന്നപ്പോഴും എനിക്ക് ഹെൽത്ത് എന്ന് ഞാൻ കേട്ടിരുന്നു. ഓക്കെ, സോ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ചില പ്രേക്ഷകരുടെ ഹെൽത്ത് എപ്പോഴും നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ആൻഡ് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് ആൻഡ് ഡോക്ടേഴ്സ് പറയുന്നു നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല, എന്നിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിലേറെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ആരോ നിങ്ങളുടെ ജീവിതം കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തെ സ്വന്തം ആഗ്രഹം അനുസരിച്ച് ചലിപ്പിക്കാൻ അവരാഗ്രഹിച്ചിരുന്നു. മൈറ്റ് ബി, ഐ ഡോണ്ട് നോ എങ്ങനെയാണ് ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് അധികാരമുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് സംഭവം അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, സോ അവിടെ ഒത്തിരി റിലീഫ് പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ജോലി സ്ഥലത്തും ഏറെ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഏറെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, ഏറെ ഹാർഡ് വർക്ക് എനിക്ക് ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കും ആ ഒരു കാര്യം വരുന്നുണ്ട്. ഓൾറൈറ്റ്, any further messages? Any further messages? Further messages? Any further messages? Please give me one card if any. Messages? Any further messages? Any further messages? Okay, I just want one card. One card please. Okay.
ഈസ് ഓഫ് സോഡ്, ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക്, പ്രേക്ഷകർക്കേറെ ക്ലാരിറ്റി വരുന്നുണ്ട്. ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രേക്ഷകർക്ക് ക്ലാരിറ്റി വരുമ്പോൾ അതിൽ ആക്ഷനും എടുക്കേണ്ടതുണ്ട്. ഓക്കെ, കാരണം പല പ്രേക്ഷകർക്കും പല ആൾക്കാരെ കുറിച്ചാണ് ക്ലാരിറ്റി ഇവിടെ വരുന്നത്. ഈ വരുന്ന ക്ലാരിറ്റിയെ അംഗീകരിച്ച് ജീവിതം സുരക്ഷിതം ആക്കുക. ബൗണ്ടറീസ് വെക്കേണ്ടടുത്ത് ബൗണ്ടറീസ് വെക്കുക. നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ വീട്ടിൽ, പ്രേക്ഷകരുടെ വീട്ടിൽ ആർക്കൊക്കെ വരാം, ആർക്ക് വരാൻ പറ്റില്ല. ഓക്കെ, ആ ക്ലിയർ സൈൻ പ്രേക്ഷകർ വെച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, ബിക്കോസ് ഡൗൺലോഡ്സ് വരുന്നുണ്ട്. എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് വരേണ്ടത്, എന്തൊക്കെ ചെയ്യണം എന്നതിൻ്റെ ഡൗൺലോഡ്സ് പ്രേക്ഷകർക്ക് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഓക്കെ, ഡൗൺലോഡ് കിട്ടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് വരുന്നത് അത് അറിയാതെ കൈവിട്ട് പോവാൻ പാടില്ല, ബിക്കോസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 6 ബാലൻസ് ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ, now further messages please. I release my need to be perfect and I center into my commitment to serve the world more love. So ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്, ഏറെ പ്രേക്ഷകർ വളരെ പെർഫെക്ഷനിസ്റ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. ഓക്കെ, എൻ്റെ കയ്യിൽ ഈ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫർദർ ആ കാര്യം മൂവ് ചെയ്യാം എന്ന് പെർഫെക്ഷനിസ്റ്റ് ആയ പ്രേക്ഷകർ അവരുടെ ജീവിതത്തിൽ നിന്ന് പെർഫെക്ഷൻ മാറ്റുകയാണ്. ഓക്കെ, നിങ്ങളേറെ സമയം കമ്മിറ്റ്മെൻറ്റിന് കൊടുക്കുകയാണ്. ഓക്കെ, എങ്ങനെ നിങ്ങളുടെ ജോലികൾ നിങ്ങൾക്ക് ചെയ്യാം എന്നതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. പെർഫെക്ഷനിസം ആ ഒരു കാര്യം നിങ്ങൾ മാറ്റി വെക്കുന്നതാണ്, നിങ്ങൾക്ക് പോലും അത് അതിശയം ആകുന്നതാണ്. സോ ഇതാണ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 അറിയേണ്ട ഹിഡൻ ആയിട്ടുള്ള മറിഞ്ഞിരിക്കുന്ന മെസ്സേജസ്. ഈ ഒരു വീഡിയോ റീഡിംഗ് പ്രേക്ഷകർക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്. താങ്ക് യു സോ മച്ച്. ഇത്രയും പേഷ്യൻസോടെ എൻ്റെ ഈ ചാനലിൽ വെയിറ്റ് ചെയ്യുന്നത്. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു. മേ ഗോഡ് ഷവർ വിത്ത് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർക്ക് എൻ്റെ വീഡിയോസ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് പെട്രിഫൈഡ് വുഡ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഏത് ഏരിയയിൽ ആണ് പ്രേക്ഷകരിൽ നിന്ന് കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഏരിയ ആകണം എന്നില്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് വരുന്നത്. ഓക്കെ, അബണ്ടൻസ്. ഓസം, അബണ്ടൻസ് ആണ്. സോ പ്രേക്ഷകരുടെ ജീവിതത്തിലെ സമൃദ്ധി, അഭിവൃദ്ധി ഇതിൽ ആണ് ഏറെ കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നത്. ലോർഡ് ഗണേശ ഭക്തർ വിഘ്നേശ്വരായ എന്ന ബീജമന്ത്ര ഓക്കെ ചൊല്ലുക. ഇതൊരു സ്വിച്ച് വേർഡും കൂടിയാണ്, വേദിക് സ്വിച്ച് വേർഡ് എന്ന് പറയപ്പെടും. ഓക്കെ, സോ ബ്ലോക്കേജസ് മാറാൻ വിഘ്നേശ്വരായ എന്ന് ചൊല്ലുക. ഓൾ റൈറ്റ്, സോ അബണ്ടൻസിനെ കുറിച്ചാണ് കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നത്. ആൻഡ് വിഷ്വലൈസേഷൻ. ഓക്കെ, ഇവിടെ പ്രേക്ഷകർക്കുള്ള ഒരു മെസ്സേജ്, നിങ്ങളുടെ അബണ്ടൻസ്, സമൃദ്ധി, അഭിവൃദ്ധി ഒന്ന് പ്രേക്ഷകർ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ, ഏഞ്ചൽസ്, ഗൈഡ്സ്, ആൻസെസ്റ്റേഴ്സ് അവർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഒരു ഊർജം വരാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വരാൻ, ഗ്രോത്ത് വരാൻ ദൈവങ്ങൾ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ സൂചകമാണ് ഈ ഒരു കാർഡ്. ഓക്കെ, രണ്ടാമത്തേത് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. എന്താണ് പ്രേക്ഷകരുടെ ആവശ്യം? സമൃദ്ധിയിൽ പലർക്കും പല സമൃദ്ധിയാണ്. ഓക്കെ, പലർക്കും ഒത്തൊരുമയുള്ള ഒരു ജീവിതം, പലർക്ക് ഒരു നല്ല സ്ഥലത്ത് ജീവിക്കാൻ. ഓക്കെ, സ്ഥലം എന്ന് പറയുമ്പോഴും പലർക്ക് പല ഏരിയ ഉണ്ടാകും. ഓക്കെ, എന്താണ് പ്രേക്ഷകരുടെ സമൃദ്ധി? അത് ഉൾക്കണ്ണിൽ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ പെർട്ടിക്കുലർലി വിഷ്വലൈസേഷൻ ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 5 മിനിറ്റ് ഒരിടത്തിരുന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കാര്യം
അത് ഉൾമനസ്സിൽ കാണുക. ഓക്കെ, കാരണം പ്രേക്ഷകരുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. ഏറെ പ്രേക്ഷകർ ഉണ്ടാകും, അവർ പറയും എനിക്ക് ഈ കഴിവില്ല, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. സോ ബി റെഡി, ബിക്കോസ് ഇതാണ് പ്രേക്ഷകരുടെ ഹിഡൻ ആയിട്ടുള്ള മെസ്സേജ്. പ്രേക്ഷകരിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന കാര്യം ഇതാണ്, ദാറ്റ് പ്രേക്ഷകരുടെ വിഷ്വലൈസേഷൻ പവർ കൂടുകയാണ്. ഓക്കെ, പ്രേക്ഷകർക്ക് ഈ എബിലിറ്റി ഉള്ളതാണ്, ഇത് വെളിയിൽ വരാൻ പോകുന്നു. ഓക്കെ, പ്രേക്ഷകർ അറിയാൻ പോകുന്നു പ്രേക്ഷകരുടെ എബിലിറ്റീസ് എത്രത്തോളം വലുതാണ് എന്നത്. ഓക്കെ, ആൻഡ് ചില പ്രേക്ഷകർക്ക് ദൈവങ്ങളിൽ ഓക്കെ നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഡേറ്റി അവരിൽ വളരെയധികം വിശ്വാസം കൂടാൻ പോകുകയാണ്. ഓക്കെ, ആൻഡ് ചില പ്രേക്ഷകർ ദൈവഭക്തർ ഏറെ ആകുകയാണ്. ദാറ്റ് ഈസ് നേരത്തെ അധികം മന്ത്രാസ് ഒന്നും വായിക്കില്ല അല്ലെങ്കിൽ ചെയ്യില്ല, എല്ലാവർക്കും ഓരോ രീതിയാണ് പ്രെയർ ചെയ്യുന്നുണ്ട്, റൈറ്റ്? പക്ഷേ അവിടെ മാറ്റങ്ങൾ, വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു ഈ ഗ്രൂപ്പ് 2 പ്രേക്ഷകരുടെ ജീവിതത്തിൽ. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് പ്രേക്ഷകരിൽ നിന്നും മറിഞ്ഞിരിക്കുന്നത്. ദ ഫൂൾ. ഓക്കെ, കാർഡ് വരാൻ ആഗ്രഹിക്കുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ, awesome. 2 of wands, great. ഏറെ ലക്കാണ് പ്രേക്ഷകർക്ക് വരാൻ പോകുന്നത്. Knight of Pentacles, see what a beautiful card. King of Swords and 4 of Wands, awesome. സോ എന്താണ് ഇവിടെ വരുന്നത്? ഞാൻ പറഞ്ഞിരുന്നു, പ്രേക്ഷകർ അത്ഭുതകരമായ മാറ്റങ്ങളാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്. Isn't it? ഇവിടെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും പ്രേക്ഷകർ, പുതിയ പുതിയ കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട്. ഓക്കെ, പ്രേക്ഷകർ പോലും അറിയാതെ അതിൽ പ്രേക്ഷകർ ലയിച്ചു പോകുന്നതാണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ, ടൈം നിങ്ങളുടെ ഫേവറിലാണ്. ഓക്കെ, ഇപ്പോൾ പ്രേക്ഷകർ എന്ത് ചെയ്യുന്നു അതിലൊക്കെ സക്സസ് നിങ്ങൾക്ക് വന്നു ചേരും, ഉടനെ അല്ലെങ്കിൽ പെതുക്കെ. ഓക്കെ, പെതുക്കെ ആകാനാണ് ചാൻസ്, ബിക്കോസ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്രേക്ഷകർ പല കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ, ചിലതിൽ റിസ്ക് എടുക്കുന്നുണ്ട്, ചിലത് ആലോചിച്ച്. പക്ഷേ ഈ ഒരു ടൈം പീരീഡിൽ, ഈ ഡിസംബർ മാസം തൊട്ട് ഒരു 2 മാസം കൂടി കൂട്ടിക്കോളൂ, ഫെബ്രുവരി വരെ. ഓക്കെ, പ്രേക്ഷകർ പല കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. ഏതൊക്കെ കാര്യങ്ങൾ നേരത്തെ ചെയ്യാൻ ബുദ്ധിമുട്ടിരുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇരുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രേക്ഷകർ അത് ചെയ്യാനാണ് തുടങ്ങുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പ്രേക്ഷകരുടെ സ്ഥിരത, പ്രേക്ഷകരുടെ സാമ്പത്തിക സ്ഥിരത, സൊസൈറ്റിയിലുള്ള സ്ഥിരത, ഫാമിലിയിലുള്ള സ്ഥിരത, ഇതിലാണ് പ്രേക്ഷകർ വർക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് പ്രേക്ഷകർക്ക് സ്വന്തം ജീവിതം ഓക്കെ ടെൻഷൻ ഇല്ലാതെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏറെ ടെൻഷൻ ഉണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി ആണ് വരുന്നത്. അത് ലോങ് ടേം സ്റ്റെബിലിറ്റിയും കൂടിയാണ്. സമ്പാദ്യത്തിൽ ആണെങ്കിലും റിലേഷൻഷിപ്സിലാണെങ്കിലും നിങ്ങൾക്കേറെ ലോങ് ടേം സ്റ്റെബിലിറ്റി കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നിങ്ങളുടെ ഭദ്രത, ജീവിത ഭദ്രത കൊണ്ടുവരികയാണ്. ചില പ്രേക്ഷകർക്ക് ദേഷ്യമേറെ വരാൻ ചാൻസസ് ഉണ്ട്, എടുത്തുചാട്ടം. ഓക്കെ, ദാറ്റ് മീൻസ് മറ്റാൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇത്തിരി മടി കാണിക്കാം. ഓക്കെ, സോ അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം നിങ്ങൾ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ നല്ലൊരു കുടുംബം, ഓക്കെ, അത് അമ്മയോ ആയിട്ടായിക്കോട്ടെ, ഭാര്യ ഭർത്താവ് തമ്മിലായിക്കോട്ടെ, റിലേഷൻസ് പല റിലേറ്റീവ്സ് തമ്മിലായിക്കോട്ടെ, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു കാർഡ് ഈഗോ കൂട്ടാം. ഓക്കെ, അവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഈഗോ നിങ്ങൾക്ക് കൂടാം. നിങ്ങൾ വളരെ ഹമ്പിളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ആ ഒരു ടൈം പീരീഡ്, ഈ ഒരു ടൈം പീരീഡിൽ വരുന്ന മാറ്റങ്ങളിൽ
മതിമറന്ന് ചില സമയങ്ങളിൽ ഈഗോ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഈഗോ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും നിങ്ങളുടെ സ്റ്റെബിലിറ്റി ആയിരിക്കും. ചില പ്രേക്ഷകർക്ക് വീട് റിലേറ്റഡ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മാറിപ്പോകുന്നതാണ്. അതാണ് പ്രേക്ഷകരിൽ നിന്നും മറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വീട് റിലേറ്റഡ് ഏതൊരു കാര്യമാകാം. വീടിൻ്റെ ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ അതും, ഓർ നിങ്ങൾ ഒരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അതും, നിങ്ങൾ വീട് പുതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും, എല്ലാ കാര്യങ്ങളും വീട് റിലേറ്റഡ് എന്ത് പ്രശ്നമുണ്ടോ അതിൽ വ്യത്യാസങ്ങൾ മാറി തുടങ്ങും, നല്ല കാര്യങ്ങൾ വന്ന് തുടങ്ങും. അബണ്ടൻസ്, ഇവിടെയും അബണ്ടൻസ് ആണ്, ഇവിടെയും അബണ്ടൻസ് ആണ്. ഓക്കെ, സോ അബണ്ടൻസ് നിങ്ങൾക്ക് ഏറെ ഉണ്ട്, സമൃദ്ധി വരുന്നുണ്ട്. അതാണ് പ്രേക്ഷകരിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത്. ഓൾറൈറ്റ്, what else? Neptune, your fantasies, earnings, longings and potential for illusion. See how beautiful it is. ഈ കാർഡ് എക്സാക്ട്ലി വിഷ്വലൈസേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, പ്രേക്ഷകരുടെ ഫാൻറ്റസീസിനെ ഉണർത്തു. ഓക്കെ, ഇമാജിനേഷനെ ഉണർത്തു. എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ചില പ്രേക്ഷകർ 5 lakhs ഒരു മാസം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, 10 lakhs. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ 20,000 ഉള്ളൂ, അല്ലെങ്കിൽ 10,000 എൻ്റെ കയ്യിലുള്ളൂ, ഞാൻ എങ്ങനെ 5 lakhs ഏൺ ചെയ്യും? സോ ഇവിടെ പറയുന്നത് വിഷ്വലൈസ് ചെയ്യൂ. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കും. ബിക്കോസ് ലോങ് ടേം പ്ലാനിങ് ആണിത്. ലോങ് ടേം, ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കുന്നതാണ് വേണ്ടത്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ. യെസ്, ഞാൻ 5 ലക്ഷം ഒരു മാസം ഏൺ ചെയ്യുന്നു. ഓക്കെ, എന്താണ് നിങ്ങളുടെ ലോങ്ങിങ്സ്? നിങ്ങൾ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നു, എവിടെ കറങ്ങാൻ ആഗ്രഹിക്കുന്നു, ആരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, എങ്ങനത്തെ ഫ്രണ്ട്ഷിപ്സ് നിങ്ങൾക്ക് വേണം? ഇതൊക്കെ നിങ്ങളുടെ വിഷ്വലൈസേഷനിൽ ഡിപ്പെൻഡ് ആണ്. നിങ്ങളത് ചെയ്തു തുടങ്ങൂ, വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. ഓക്കെ, ഓൾ റൈറ്റ്. further message, any further message for group 2? എന്താണ് മറഞ്ഞിരിക്കുന്നത്? further message ഉണ്ടെങ്കിൽ ഒരു കാർഡ്, further message ഉണ്ടെങ്കിൽ ഒരു കാർഡ് for group 2 cards. okay. നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 2 of Pentacles ആണ്. സാമ്പത്തിക ഭദ്രത വരുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ജോലികൾ, ഈ ജോലികളിൽ നിന്ന് സാമ്പത്തിക വരവ്, സാമ്പത്തികം ഫ്ലോ, ദാറ്റ് ഇസ് മണി ഫ്ലോ ഉണ്ടാകുന്നതാണ്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇമോഷണൽ ഫുൾഫിൽമെൻറ്റും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. സോ വിഷ്വലൈസേഷൻ ചെയ്തു തുടങ്ങൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. further message. okay I think group 2, oh my goodness, Lord Ganeshയുടെ കാർഡ് വന്നിരുന്നല്ലോ. പെട്ടെന്നാണ് കാര്യങ്ങൾ കാർഡ്സ് വരുന്നത്. 4 cards. I begin my day with love. Okay, so that means സ്നേഹം. Yes, emotional fulfillment വന്നിരുന്നു, നൈറ്റ് ഓഫ് കപ്സ് വന്നിരുന്നു. സോ ലവ്, ഓക്കെ, സപ്പോർട്ട്, ഓക്കെ, സ്നേഹം, റെസ്പെക്റ്റ്, അതാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരുന്നത്. സംടൈംസ് നോ ഇസ് ദ മോസ്റ്റ് ലവിങ് റെസ്പോൺസ്. സോ എവിടെയൊക്കെ പ്രേക്ഷകർ ആരുടെ കാര്യം ആരെന്ത് വന്ന് പറഞ്ഞാലും അത് അംഗീകരിച്ച് ചെയ്തു കൊടുക്കുമായിരുന്നു, അവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ വളരെ സ്നേഹപൂർവ്വം നോ എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ്. യെസ്, ഞാൻ പറഞ്ഞിരുന്നു, പ്രേക്ഷകർ തന്നെ പ്രേക്ഷകരുടെ മാറ്റങ്ങളിൽ അതിശയിച്ചു പോകും. ഓക്കെ, ഇതൊരു അതിശയമായിട്ടാണ് വരാൻ പോകുന്നത്. I dish out compliments sincerely and liberally. ഞാൻ പറഞ്ഞിരുന്നു, റൈറ്റ്? ഈഗോ, പ്രൗഡ്നെസ്, ഓക്കെ, പ്രൈഡ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൽ വളരെ ഹംബിളായിട്ടിരിക്കുക. ഓക്കെ, ബിക്കോസ് ഈഗോ പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് കൂടുതലാണ് ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക്. ബിക്കോസ് മാറ്റങ്ങൾ പെട്ടെന്നാണ് ലൈഫിൽ വരാൻ പോകുന്നത്. When I have overshared, I simply say, wait, why am I talking?
സംഭവം ഈ ഒരു കാർഡ് 2 ഓഫ് വാൻസുമായിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾ പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തെടുക്കുന്നു. ഓക്കെ, സോ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം, സപ്പോർട്ട് വേണം. നിങ്ങൾ പല ആൾക്കാരോട് പലതും പറയുന്നുണ്ടാവും. ഇവിടെ പറയുന്നത് വേണ്ടത്ര കാര്യങ്ങൾ മാത്രം പറയുക. നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു നിങ്ങൾ കൂടുതലാണ് ആൾക്കാരെ അറിയിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം എന്നത് ഇല്ല. ഓക്കെ, ആൻഡ് ഇഫ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നു ആൾക്കാരോടെങ്കിൽ ചോദിക്കൂ എന്തിനാണ് പറയുന്നത്. അവിടെ എവിടെയെങ്കിലും ഈഗോ പ്രശ്നമുണ്ടോ? ഓക്കെ, അവരിൽ നിന്ന് ഞാൻ വലുതാണ് എന്ന് എനിക്ക് കാണിക്കണം എന്നുണ്ടോ? അവരുടെ കയ്യിലുള്ള സാമ്പത്തിക ഭദ്രതയാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഭദ്രതയാകാം, സൗന്ദര്യമാകാം, എന്തുമാകാം, അത് എനിക്ക് അവരിൽ നിന്ന് കൂടുതലാണ് എന്നതിൻ്റെ ഒരു റെസ്പോൺസ് ആണോ? എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ കൂടുതൽ എല്ലാവരോടും പറയുന്നത് എന്നത് ആലോചിക്കേണ്ടതാണ്. ഓക്കെ ഗ്രൂപ്പ് 2. സോ ഈ കാര്യങ്ങളാണ് ഗ്രൂപ്പ് 2-ൽ നിന്ന് മറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഐ റിയലി ഹോപ്പ് ഇത് പെട്ടെന്ന് ലൈഫിൽ നടക്കട്ടെ. കമൻറ്റ് സെക്ഷനിൽ ഐ ക്ലെയിം ദിസ് എനർജി ഡെഫിനറ്റ്ലി എഴുതുക. ഓക്കെ, സോ ദാറ്റ് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ വന്നു ചേരട്ടെ പ്രേക്ഷകരുടെ. ആൻഡ് എൻ്റെ ഈ വീഡിയോ, ഈ റീഡിംഗ് പ്രേക്ഷകർക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച് ഇത്രയും വെയിറ്റ് ചെയ്യുന്നതിന്. ഓക്കെ, എൻ്റെ വീഡിയോസ് കാത്ത് വെയിറ്റ് ചെയ്യാൻ സന്മനസ് കാണിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. I really appreciate that. May God bless you with lots of love and abundance. ആൻഡ് എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നു നിറയട്ടെ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 3 ചൂസ് ചെയ്തത് മോസ് ആഗേറ്റ് ആൻഡ് വിബു മണി കോപ്പച്ചോൺ ആണ്. ഓക്കെ, സോ നോക്കാം എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ മറിഞ്ഞിരിക്കുന്ന മെസ്സേജസ്. സോ ഇപ്പോൾ നോക്കുന്ന ഈ കാർഡിൽ എന്താണോ വരുന്നത് ആ ഒരു ഏരിയ മാത്രമല്ല, മറ്റ് ചില ഏരിയാസും വരുന്നതാണ്. വിഷ്വലൈസേഷൻ. സോ മൈറ്റ് ബി ഗ്രൂപ്പ് 2-ൽ നിന്ന് വന്ന പ്രേക്ഷകരാകാം, ബിക്കോസ് ഗ്രൂപ്പ് 2-ൽ ഈ ഒരു കാർഡ് വന്നിരുന്നു. വിഷ്വലൈസേഷൻ, ഫാമിലി. ഓക്കെ, സോ ഹിഡൻ ആയിട്ടുള്ള മെസ്സേജസ്, ഫാമിലി റിലേറ്റഡ് കാര്യങ്ങൾ ഏറെ വരുന്നതാണ് പ്രേക്ഷകർക്ക്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ലൈഫിൽ സംഭവിക്കുന്നത്. ചിലത് നല്ലതായിരിക്കാം. ഓക്കെ, സോ ഇവിടെ വിഷ്വലൈസേഷൻ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലി ബോണ്ടിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വിഷ്വലൈസേഷനിലൂടെ അത് കൊണ്ടുവരൂ എന്നതാണ് ഇവിടെ സൂചന തരുന്നത്. ഓക്കെ, ബേബി കസ്റ്റഡി എന്നാണ് കേൾക്കുന്നത്. സോ ബേബി കുഞ്ഞുങ്ങളുടെ കസ്റ്റഡി റിലേറ്റഡ് ഇഷ്യൂസ് ഏതെങ്കിലും പ്രേക്ഷകർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഫേവറിൽ വരും. ബട്ട് ഡു വിഷ്വലൈസേഷൻ. ഓക്കെ, സ്വിച്ച് വേർഡ്സ് ഉണ്ട്, അഫർമേഷൻ ഉണ്ട്, അതിനൊപ്പം തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക. ഈ വിഷ്വലൈസേഷൻ ടെക്നീക്ക് പ്രേക്ഷകർ ചെയ്തു തുടങ്ങുമ്പോൾ പ്രേക്ഷകരുടെ 3 ഏരിയാസ് ആണ് ഓപ്പൺ ആകുന്നത്, ആക്റ്റീവ് ആകുന്നത്. ഒന്ന് ക്രൗൺ ചക്രയുണ്ട്, ഒന്ന് സോലാർ പ്ലെക്സസ് ഉണ്ട്, ആൻഡ് സേക്രൽ ഉണ്ട്. തേർഡ് ഐ ചക്ര എന്തായാലും നിങ്ങളുടെ ആക്ടിവേറ്റ് ആകും. അത് കൂടാതെ തന്നെ ക്രൗൺ ചക്ര, സോലാർ പ്ലെക്സസ് ആൻഡ് സേക്രൽ ചക്ര ആക്ടിവേറ്റ് ആകുന്നതാണ്. ഓക്കെ, ചില പ്രേക്ഷകർ വിയേർഡ് ഡ്രീംസ് കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ വിയേർഡ് ഡ്രീംസ് കാണുന്നത് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്നതിൻ്റെ ഒരു സൂചകമാണ്. പ്ലസ് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കാര്യങ്ങൾ, ഓക്കെ, പാസ്റ്റ് ലൈഫിൽ നടന്ന പല സീൻസ്, പല സിറ്റുവേഷൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ,
സോ പേടിക്കേണ്ടതില്ല. ഓക്കെ, പാസ്റ്റ് ലൈഫ് ഇസ് പാസ്റ്റ് ലൈഫ്. ഇപ്പോൾ അത് ഇപ്പോഴത്തെ ജീവിതത്തിൽ അത് ബാധകമല്ല. പക്ഷേ പാസ്റ്റ് ലൈഫിൻ്റെ ചില കാര്യങ്ങൾ പ്രേക്ഷകർ കാണാൻ ഇടയുണ്ട്. ഓൾ റൈറ്റ്, ഓക്കെ. സോ ലെറ്റ്സ് സീ എന്താണ് പ്രേക്ഷകരിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നത്, എന്ത് മെസ്സേജസ് ആണ് പ്രേക്ഷകരിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നത്. Three of Swords, the Death, Ace of Wands, the Lovers, Queen of Cups, the Empress. Okay. ഞാനൊരു സെക്കൻഡ് കാർഡ്സ് നോക്കാൻ ആഗ്രഹിക്കുന്നു. സോ പ്രേക്ഷകരുടെ അടുത്തുനിന്ന് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ 3 of Swords, ഓക്കെ, ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞ പ്രേക്ഷകരുടെ ട്രാൻസ്ഫോർമേഷൻ പൂർണ്ണമായി കഴിഞ്ഞു. ഓക്കെ, പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ അതിലൂടെ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ പൂർണ്ണമാകുന്നതാണ്. ആൻഡ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പൂർണ്ണം ആകുന്നതോടെ തന്നെ നിങ്ങളൊരു പുതിയ എനർജിയിൽ വരികയാണ്. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എനർജി ബൂസ്റ്റപ്പ് ആവും. നിങ്ങൾ ശാരീരികമായിട്ട് വളരെ എനർജി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇമോഷണലി നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിരിക്കും. ആരെന്ത് പറഞ്ഞാലും ഒന്നും തോന്നില്ല. ആ ഒരു രീതിയിൽ, ഞാൻ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഏരിയയിലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് പല സ്ഥലത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അത് സൂചകമാണ് ദാറ്റ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു. ഓക്കെ, നൗ ഹാർട്ട് ബ്രേക്കിൽ പോകാത്ത പ്രേക്ഷകർക്ക്, ഓക്കെ, പക്ഷേ എവിടെ നിങ്ങൾക്കൊരു അനുഭവമുണ്ട്, എവിടെയോ മനസ്സിലൊരു ഒരു ഹിൻറ്റ് ഉണ്ട് ദാറ്റ് സംതിങ് ക്യാൻ ഹാപ്പൻ. ഓക്കെ, ബിക്കോസ് ഓൾറെഡി ഇഫ് നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും, നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ, നമുക്കൊരു ഹിൻറ്റ് ലഭിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ മനസ്സ് ഓൾറെഡി അത് പറഞ്ഞു തുടങ്ങും. സോ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ കാര്യം വരുന്നു എന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏത് പ്രേക്ഷകർക്കൊരു ഹിൻറ്റ് ഉണ്ട് ദാറ്റ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ ചാൻസ് ഉണ്ട്, ഒരു ഓക്കെ വേദന കിട്ടാൻ ചാൻസ് ഉണ്ട്. ആയത് നിങ്ങൾ ഏറെ റെഡ് ഫ്ലാഗ്സ് കണ്ടിട്ടുണ്ട്. ഓക്കെ, പർട്ടിക്കുലർലി റിലേഷൻഷിപ്സിൽ. സോ ഇതുവരെ നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ എം സോറി ടു സേ, പക്ഷേ ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, ഐ എം സോ സോറി. നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക്, ഒരു വേദന, ഓക്കെ, നിങ്ങളുടെ ഒപ്പം നിൽക്കുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് തരാൻ പോകുന്നത്. പക്ഷേ ഈ ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ഇത് അതിശയമായിട്ടല്ല വരുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, നിങ്ങൾക്കൊരു ഹിൻറ്റ് ഉണ്ട് ദാറ്റ് അവർ നിങ്ങൾക്ക് ശരിയല്ല എന്നുള്ള ഒരു ഹിൻറ്റ് നിങ്ങൾക്കുണ്ട്. ബട്ട് ഉണ്ടാകാൻ പോകുന്ന ആ സാഹചര്യം നിങ്ങൾക്ക് വളരെയധികം വേദനകൾ നൽകുന്നതാണ്. ഈ ഒരു വേദന നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ചില പ്രേക്ഷകർക്ക് ട്രാൻസ്ഫോർമേഷൻ ചില മാസങ്ങൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഘട്ടങ്ങളാണ്. ഓക്കെ, ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞൊരു ഗ്യാപ്പ് വന്നു, പിന്നെ കുറച്ച് മാസം കഴിയുമ്പോൾ പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു, അങ്ങനെയാണ്. ചിലർക്ക് കണ്ടിന്യൂസ്ലി 1 വർഷം, 2 വർഷം, 8 വർഷം. ഓക്കെ, സോ ബട്ട് എവിടെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട് ദാറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം
ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ട്രാൻസ്ഫോർമേഷനിൽ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് വെളിയിലിറങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കഴിയുന്നതാണ്. ആൻഡ് ഡിവൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബിക്കോസ് ഐ തിങ്ക് ദേവഭക്തരാണ്. ഓക്കെ, സോ എവിടെ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്ന ഒരു ഹിൻറ്റ് ഉണ്ട്. വിഷ്വലൈസേഷൻ ചെയ്തു തുടങ്ങൂ ദാറ്റ് നിങ്ങൾക്ക് നല്ലൊരു ഫാമിലിയാണ് ലഭിക്കുന്നത്. ഓക്കെ, ഫാമിലി എന്ന് പറയുന്നത് ആര് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു. ഓക്കെ, അത് നിങ്ങളുടെ ബ്ലഡ് റിലേറ്റഡ് ആവണം എന്നില്ല, എന്നാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ ആവണം എന്നില്ല. ഓക്കെ, പക്ഷേ നിങ്ങളുടെ വിഷ്വലൈസേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഓൾറൈറ്റ്, നിങ്ങൾ വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഡിവൈൻ ഓരോരോ കൈ തരുന്നതാണ് മേളിലോട്ട് കയറാൻ. ദാറ്റ് ഈസ് ഒരു നല്ല ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓൾറൈറ്റ്, വെള്ളം, ഈ ഒരു ടൈം പീരീഡിൽ വെള്ളം എത്ര നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ദാറ്റ് മീൻസ് ഓഷനിൽ പോകുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് കാലുകൾ ഒരു 5 to 10 minutes ഡിപ്പ് ചെയ്ത് വെക്കുക. വെള്ളം റിലേറ്റഡ് മാനിഫെസ്റ്റേഷൻ ടെക്നീക്സോ എനർജൈസിങ് ടെക്നീക്സോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, പ്രേക്ഷകർക്ക് ചോയ്സസ് ഏറെ ലഭിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് എന്ന് പറയുന്നത് തന്നെ ഒരു ടെസ്റ്റിംഗ് ടൈമാണ്. ഓക്കെ, ടെസ്റ്റിംഗ് നിങ്ങൾക്ക് ഒരു ഹിൻറ്റ് തരാം. ടെസ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളെ ചതിച്ച അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്കാരെ തന്നെ എഗെയിൻ കൊണ്ടുതരും. നിങ്ങൾ എന്ത് ചോയ്സ് എടുക്കുന്നു എന്നറിയാൻ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ അഭിമാനം, ഓക്കെ, അതിന് മുൻഗണന കൊടുക്കുമോ, അതോ നിങ്ങൾക്ക് അവരുടെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് അങ്ങനത്തെ ആൾക്കാർക്കൊപ്പം നിൽക്കുമോ എന്നുള്ള ടെസ്റ്റിംഗ് ടൈം ആണ്. ശ്രദ്ധിച്ച് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് ഇവിടെ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുന്നോ ആ ഡിസിഷനാണ് നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കാൻ പോകുന്നത്. നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്കാർക്കൊപ്പം നിൽക്കാൻ, ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ ഒറ്റപ്പെടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവർക്കൊപ്പം നിൽക്കാൻ പോകുകയാണെങ്കിൽ കുറച്ച് നാൾ വളരെ നല്ലതായിരിക്കും. എഗെയിൻ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഈ ട്രാൻസ്ഫോർമേഷനിലൂടെ പോകും. ട്രാൻസ്ഫോർമേഷൻ ഈസി കാര്യം അല്ല. ഓക്കെ, എല്ലാവരും പറയും ട്രാൻസ്ഫോർമേഷൻ വളരെ നല്ല കാര്യമാണ്, ഓ ഹാപ്പി ന്യൂസ്. നോ ഡിയർ, ഇറ്റ്സ് നോട്ട് എ ഹാപ്പി ന്യൂസ്. ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡിൻ്റെ താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഓക്കെ, നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ വാട്ട് വി സേ അതില്ലാതായി പോകുന്ന ഒരവസ്ഥയാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവർക്കും ട്രാൻസ്ഫോർമേഷൻ അത്ര കഠിനമാകണം എന്നതില്ല, ബട്ട് ഇവിടെ അതാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ബി കെയർഫുൾ. ആര് ഈ ഒരു പ്രോസസ്സിൽ നിന്ന് പോയിട്ടില്ല അവർ ബി കെയർഫുൾ. ആരൊക്കെ ഈ പ്രോസസ്സിൽ നിന്ന് പോയിട്ടുണ്ട്, ഗുഡ് ന്യൂസ്, നിങ്ങൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ചെയ്യാറായി. ഓക്കെ, ജസ്റ്റ് ഇത് പറയില്ല, ഒരു 2 to 3 days എന്ന് പറയുന്ന പോലെ മൈറ്റ് ബി 2 to 3 weeks, അത്രയേ ഉള്ളൂ. ചോയ്സസ് ഉണ്ട്. ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് പറഞ്ഞ പ്രേക്ഷകർ, ദാറ്റ് ഈസ് ആർക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ പോകുന്നു അവർക്ക് ഞാൻ പറഞ്ഞു എന്താണ് ചോയ്സ് നിങ്ങളുടെ വരാൻ പോകുന്നത്. ഓൾറെഡി ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ പ്രേക്ഷകർക്ക് 2 ചോയ്സസ് എഗെയിൻ വരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ആണോ അതോ അബണ്ടൻസ് ആണോ? ഓക്കെ, ഇവിടെ പ്രേക്ഷകർക്കൊരു ബൂൺ കൂടി തരുന്നുണ്ട്. എന്താണ് ബൂൺ? ബിക്കോസ് വിഷ്വലൈസേഷൻ കാർഡ് വന്നതുകൊണ്ട് ബൂൺ ഇവിടെ തരുന്നത് ഗ്രേറ്റ്. ഓക്കെ, സംഹൗ ഞാൻ ഈ വാട്ട് ടു സേ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരുമ്പോൾ എനിക്ക് ഗൈഡൻസ് കിട്ടി ദാറ്റ് ലുക്ക് അറ്റ് ദിസ് കാർഡ്. ഈ കാർഡ് ഞാൻ മറച്ചു വെക്കാനായിട്ട്, ഓക്കെ, ഈ കാർഡൊന്ന് മറച്ചു വെക്കാനായിട്ട് എടുത്ത കാർഡാണ്. ഞാൻ കാണിക്കാം അതെന്താണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് എ മിനിറ്റ്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഞാനൊരു ബൂണിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇതാണ് നിങ്ങളുടെ ബൂൺ. ബൂൺ എന്താണ്? നിങ്ങൾക്കൊരു മാജിക് വോണ്ട് യൂണിവേഴ്സ് നൽകുകയാണ്. ഈവൻ തോ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, ആയത് നിങ്ങൾ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകൂ, അല്ലെങ്കിൽ നിങ്ങൾ അബണ്ടൻസിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകൂ. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം. 2 ക്വീൻസ് ആണ്,
ഏത് ക്വീൻ ആണ് നിങ്ങൾ ആവേണ്ടത്. ഇനി മെയിൽസ് ആണ് കാണുന്നെങ്കിൽ 2 കിങ് ആണ്. നിങ്ങൾ കിങ് ഓഫ് കപ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് സോറി നോട്ട് പെൻറ്റിക്കിൾസ്, എംപറർ ആണോ നിങ്ങൾക്ക് വേണ്ടത്? രാജാവായിട്ട് ഭവിക്കുന്നോ അതോ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, നല്ല ഫാമിലി മെമ്പേഴ്സ്, നല്ല റിലേഷൻ, നല്ല ആൾക്കാർ, സന്തോഷം നിറഞ്ഞൊരു കുടുംബം, അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ സാമ്പത്തികം, ഉയർച്ച ആൻഡ് അതുപോലെ തന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന അധികാരം, അതാണോ നിങ്ങൾക്ക് വേണ്ടത്? ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, ഇതാണ് 2 ചോയ്സ്. പക്ഷേ ബൂൺ വരുന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പ്രേക്ഷകർക്ക് ഇത് 2ൽ ചോയ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പ്രേക്ഷകർ വിചാരിക്കുകയാണ് എനിക്ക് ഇതെല്ലാം വേണം, ഓക്കെ, എനിക്ക് ക്വീൻ ഓഫ് കപ്സും വേണം, എനിക്ക് എംപ്രസും വേണം, എനിക്ക് അധികാരവും വേണം, എനിക്ക് സന്തോഷവും വേണം, എനിക്ക് സമ്പത്തും വേണം, എനിക്ക് റെസ്പെക്റ്റും വേണം, എനിക്ക് ആൾക്കാർ എന്നെ സ്നേഹിക്കുകയും വേണം, ഓക്കെ, എനിക്കൊപ്പം നിൽക്കുകയും വേണം. നിങ്ങൾക്കിത് 2ഉം ഒന്നിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം, 2ഉം ചൂസ് ചെയ്യാം. അതാണ് നിങ്ങളുടെ ബൂൺ എന്ന് പറയുന്നത്. ഓസം. ഇങ്ങനത്തെ റീഡിങ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇതാണ് പ്രേക്ഷകരുടെ ബൂൺ. ഓൾ റൈറ്റ്, ദിസ് ഈസ് യുവർ ബൂൺ. സോ വെൽ ഡൺ ഗ്രൂപ്പ് 3. നിങ്ങൾ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് പോയ പ്രേക്ഷകർ, ഓസം. നല്ല ചോയ്സസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരുന്നത്. ട്രാൻസ്ഫോർമേഷൻ സമയം എളുപ്പമല്ല, ഈസി അല്ല, ഡിസിഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ആ ഡിസിഷനിലും നിങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ഓക്കെ, നിങ്ങൾക്ക് എന്ത് ശരിയാകും അൾട്ടിമേറ്റ്ലി അതിനു വേണ്ടി നിങ്ങൾ നിന്നു. ഓക്കെ, ആൻഡ് അത് റൈറ്റ് ഡിസിഷൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് കിട്ടുന്നത്. ആൻഡ് ഇത് നിങ്ങളുടെ ഹിഡൻ മെസ്സേജാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു രീതിയിലും ഇതറിയാൻ പറ്റാത്ത ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് സീ വേറെ എന്ത് മെസ്സേജസ് ആണ് ഗ്രൂപ്പ് 3ക്കുള്ളത്. ഗ്രൂപ്പ് 3ക്കുള്ളത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടോറസ്, ദി എനർജി അറൗണ്ട് യു shows the abundance of nature. It is rich, earthy and productive, yet relaxed and slow. ഇപ്പോൾ ഞാൻ പറഞ്ഞ ക്വീൻ ഓഫ് കപ്സ് ആൻഡ് എംപ്രസ് എനർജിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ചുറ്റിനുള്ള എനർജി വളരെയധികം പ്രൊഡക്റ്റീവും വളരെയധികം സമ്പത്ത് നിറഞ്ഞതും അതുപോലെ തന്നെ ഹംബിൾ, സാവകാശം, സമാധാനം നിറഞ്ഞ ഒരു ജീവിതം ആണ്. സോ ഈ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. ഓൾ റൈറ്റ്, എനി ഫർദർ മെസ്സേജസ് ഫോർ ഗ്രൂപ്പ് 3? ഓൾ റൈറ്റ്, ഓക്കെ. ഇൻട്രസ്റ്റിംഗ്ലി ഗ്രൂപ്പ് 1 ഒരു കാർഡ്, ഗ്രൂപ്പ് 2 എനിക്ക് 2 കാർഡ്സ് ആൻഡ് ഗ്രൂപ്പ് 3 എനിക്ക് 3 കാർഡ്സ് ആണ് ഈ ഒരു ഡെക്കിൽ നിന്ന് കിട്ടുന്നത്. ഓൾ റൈറ്റ്, സോ ഫസ്റ്റ് കാർഡ് വന്നത് 10 ഓഫ് കപ്സ് ആണ്. സോ ഹാപ്പി ഫാമിലി, ഹാപ്പി റിലേഷൻഷിപ്പ്, ഹാപ്പി പീപ്പിൾ, ഹാപ്പി ക്ലയൻസ്, ഹാപ്പി കസ്റ്റമേഴ്സ്, ഹാപ്പി കൊലീഗ്സ്. ഓക്കെ, അതാണ് പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്നത്. King of Swords energy, all right, and Knight of Swords. So കിങ് ഓഫ് സ്വോർഡ് എനർജി ഗ്രൂപ്പ് 2ലും വന്നിരുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രൂപ്പ് 2ൽ നിന്ന് ഗ്രൂപ്പ് 3ലേക്ക് വന്ന പ്രേക്ഷകർ ഉണ്ടാകാം. സോ വളരെയധികം ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് വരാൻ പോകുന്നു പ്രേക്ഷകർ. ഓക്കെ, പ്രൈഡ്, ഓക്കെ, ഞാൻ ഇവിടം വരെ എത്തി, എൻ്റെ കഴിവിലാണ്, വളരെ ശരി. പക്ഷേ ആ കഴിവ് മറ്റൊരാളുടെ മേളിൽ കൺട്രോൾ ചെയ്യാൻ പോകാതിരിക്കുക. ഓക്കെ, ബിക്കോസ് അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ വരാൻ പോകുന്ന എനർജി, നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ വരാൻ പോകുന്ന എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു സപ്പോർട്ട്, ആ ഒരു വേഗത, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി, ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറി, ഓക്കെ, മൈൻഡ് എല്ലാം വളരെ ക്ലിയറായി, ഓക്കെ, എല്ലാ രീതിയിലൂടെ നിങ്ങൾ വളരെ വേഗതയോടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ തിരിച്ചു പിടിക്കണം എന്ന വേഗതയോട് നിങ്ങൾ പോകുമ്പോൾ
പ്രൈഡ് കയറി വരാം, മറ്റാൾക്കാരെ സ്വന്തം കൺട്രോളിൽ വെക്കണം എന്ന് നിങ്ങൾക്ക് തോന്നാം. ഏത് എനർജിയിൽ നിന്ന് നിങ്ങൾ വിട്ട് വെളിയിലിറങ്ങിയോ അതേ എനർജിയിൽ മറ്റാൾക്കാരെ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചേക്കാം, അറിഞ്ഞോ അറിയാതെയോ. ഓക്കെ, സോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഓൾറൈറ്റ്, ഏഞ്ചലിക് റെലം എപ്പോഴും കൂടെയുണ്ട് എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ ഉറപ്പിൽ ഏത് കാര്യവും ഹെൽപ്പ് ചോദിക്കരുത്. ദാറ്റ് മീൻസ് ഏത് കാര്യം മീൻസ് നിങ്ങൾക്കറിയാം, ഓക്കെ ഏഞ്ചൽസ് എനിക്ക് ഹെൽപ്പിനുണ്ട്, സോ എനിക്കിതും ചോദിക്കാം അതും ചോദിക്കാം. പക്ഷേ അവിടെയും ചില റൂൾസ് ഉണ്ട്, ചില റെഗുലേഷൻസ് ഉണ്ട്, ചില ബൗണ്ടറീസ് ഉണ്ട്. സ്വന്തം ബൗണ്ടറി വിട്ട് ഏഞ്ചൽസ് ഡിവൈനോട് മാറരുത്. ഓക്കെ, എന്ന ഒരു സൂചകമാണ്. ബിക്കോസ് ഏഞ്ചൽസ് അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങളുടെ വരുന്ന വേർഡ് വളരെ കഠിനമാണ്. പക്ഷേ മറ്റൊരു വേർഡ് എന്താ, നിങ്ങളുടെ ഹെൽപ്പാണ്. പക്ഷെ അത് നിങ്ങൾ അവരുടെ യജമാനനല്ല. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ അവരുടെ ഓണർ അല്ല, അവരാണ് നിങ്ങളുടെ ഓണർ. അത് എപ്പോഴും ഓർത്ത് വെക്കുക എന്നതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആ വാക്ക് ഞാൻ ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് കാര്യങ്ങളാണ് ഗ്രൂപ്പ് 3. ഫർദർ മെസ്സേജസ് ഫോർ ഗ്രൂപ്പ് 3. When I allow others to support me, I support them too. So ഇവിടെ വരുന്നത് സപ്പോർട്ട് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു പ്രേക്ഷകർക്ക് സപ്പോർട്ട് വരുന്നുണ്ട്, റൈറ്റ്? സോ നിങ്ങൾക്ക് സപ്പോർട്ടാണ് വരുന്നത്. നിങ്ങൾ പോയ അനുഭവങ്ങളിൽ നിങ്ങൾക്ക് ആൾക്കാരെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും ചെറുതായിട്ട് വിശ്വസിക്കാൻ തുടങ്ങൂ. ഒരിത്തിരി വിശ്വാസം കൊടുത്തു നോക്കൂ, അവരെങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അവരെങ്ങനെയാണ് നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്നത്, അവരെങ്ങനെയാണ് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ പോകുന്നത് എന്നത് നോക്കൂ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എപ്പോൾ മനസ്സിലാക്കുന്നു ഓക്കെ ഇയാൾ ഓക്കെയാണ്, നല്ല ആളാണ്, ദെൻ ഗോ ഹെഡ്. ഓൾറൈറ്റ്, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ സപ്പോർട്ട് വരുന്നുണ്ട്, അത് അംഗീകരിക്കൂ ആൻഡ് മറ്റുള്ളവർക്കും കൂടി സപ്പോർട്ട് കൊടുക്കൂ. ഓക്കെ, ഐ തിങ്ക് ഐ വോണ്ട് ടു ടേക്ക് വൺ മോർ. Any further messages? 2. Okay. When I honor my feelings, I find my power in powerless situations. ചില സിറ്റുവേഷൻസ് വളരെ പവർലെസ് ആയിരിക്കും ഇപ്പോഴും പ്രേക്ഷകർക്ക്. ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ പ്രേക്ഷകർക്കും ട്രാൻസ്ഫോർമേഷനിൽ പോകുന്ന പ്രേക്ഷകർക്കും. ഓക്കെ, പോകാൻ പോകുന്ന പ്രേക്ഷകർ ഏറെ പവർലെസ് സിറ്റുവേഷനിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ചോയ്സ് നിങ്ങളുടെയാണ്, ആലോചിച്ചെടുക്കുക. ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ പ്രേക്ഷകർക്കും പവർലെസ് സിറ്റുവേഷൻ വരും. എങ്ങനെ? നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാരെ വിശ്വസിക്കാൻ, നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും വർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ, മറ്റാൾക്കാരെ സ്വന്തം ജോലി ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാരോട് പറയാൻ. ഓക്കെ, സോ നിങ്ങളുടെ ഫീലിങ്സിനെ ഓണർ ചെയ്യൂ. ഓക്കെ, യെസ് എൻ്റെ ഫീലിങ്സ് ഇതാണ്, and I honor my feelings. And the last, true abundance is an inside job. Okay, abundance നിങ്ങളുടെ സ്വന്തം ജോബ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം, ആ വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നത്. സോ ഹാർട്ട് ചക്ര ക്ലിയർ ചെയ്യൂ, ക്ലെൻസിങ് ചെയ്യൂ, ഹാർട്ട് ചക്ര ഹീൽ ചെയ്യൂ, ആക്ടിവേറ്റ് ചെയ്യൂ. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് 3യുടെ റീഡിംഗ്. ഈ റീഡിംഗ് പ്രേക്ഷകർക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു ഇത്രയും വെയിറ്റ് ചെയ്യാൻ മനസ്സുണ്ടായെന്ന്. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ആൻഡ് ഷവർ യു വിത്ത് lots and lots of love and abundance, and may all the blessings pour in soon. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. See you in my next video. Bye.